മനസ്സിലാക്കണം. അടുത്ത എന്താണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത് വേറൊന്നുമല്ല, നമുക്ക് ശരിക്കും പറയാം പ്രോട്ടീന്റെ അളവ്. എന്താ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ശരീരത്തിന്റെ അകത്ത് എത്രത്തോളം പ്രോട്ടീൻ ഉണ്ടോ അത്രത്തോളം ഗുണകരമായി മാറുന്ന കാര്യങ്ങളാണ് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വിറ്റാമിൻ പറഞ്ഞു, മിനറൽസ് പറഞ്ഞു, ഫൈബർ പറഞ്ഞു, ഇനി അടുത്ത് പ്രോട്ടീന്റെ കാര്യം പറഞ്ഞു, അല്ലെ? നമ്മൾ പല കാര്യങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യ ശരീരം. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്കറിയാം ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ കിട്ടുന്നുണ്ടോ? അല്ലെ? നമുക്ക് ഒരിക്കലും നമുക്ക് കിട്ടുന്നില്ല. ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ അളവുകൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം. ഇപ്പൊ പ്രോട്ടീൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും പറയാം 2 കെട്ട് ചീര കഴിച്ചാൽ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടും. നമ്മൾ 2 വാഴക്കൂമ്പ് കഴിച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ 1 മീറ്റർ വാഴപ്പിണ്ടി കഴിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചും അത് കൃത്യമായി കഴിക്കുന്നില്ല എന്നുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്നത്തെ കാലത്ത് 1 കെട്ട് ചീര മേടിച്ചാൽ കറി വെച്ച് 2ആയിട്ട് കഴിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുന്ന സമൂഹത്തിൽ. അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യനും അതിൻ്റെതായിട്ടുള്ള കുറവ് കൊണ്ട് എന്തൊക്കെയാണോ ഉണ്ടാവേണ്ടത് അതുണ്ടാവും. ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യന് കിട്ടാതായി മാറുന്നത് കൊണ്ട് തന്നെയാണ് പുറത്തു നിന്നും പല കാര്യങ്ങളും നമ്മൾ സപ്ലിമെന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് ആഡ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നമ്മൾ എന്താ കഴിക്കുന്നത്? നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചില കാര്യങ്ങൾ ചില ആളോട് ചോദിച്ചാൽ ഇന്നെന്താ കഴിച്ചെന്ന് ചോദിച്ചാൽ പറയും ഞാൻ പുട്ട് കഴിച്ചു. ചിലയോട് ചോദിച്ചാൽ പറയും ഇന്നെന്താ കഴിച്ചത്? ഞാൻ രാവിലെ കഞ്ഞി കുടിച്ചു. ചില ആളുകളോട് ചോദിച്ചാൽ പറയും ഞാൻ ഇന്ന് അപ്പം കഴിച്ചു. പ്രിയ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് കഴിച്ചാലും അതിന്റെ അകത്തെല്ലാം ധാരാളമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, നമ്മൾ രാവിലെ അരിയാഹാരം എന്തൊക്കെ കഴിച്ചാലും അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ആണ്. നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്തോരം നമുക്ക് ആവശ്യമുണ്ട്? 40% മതി നമുക്ക് കാർബോഹൈഡ്രേറ്റ്. പക്ഷെ നമ്മൾ വലിച്ചു